എന്നോടൊരിക്കൽ ഒരു 4-5 ചെറുപ്പക്കാര്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, അന്ന് എനിക്ക് വണ്ടി ഒന്നും ഉള്ള സമയമൊന്നും അല്ല, ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യും, ഇപ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും. അങ്ങനെ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ ഒരു 3-4 ചെറുപ്പക്കാരനോട് പറഞ്ഞ്, വടവാതൂര് പ്രസംഗിച്ച ആ സാറല്ലേ? ഞാൻ പറഞ്ഞ അതെ. അയ്യോ, ഞങ്ങളൊന്ന് കാണാനിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു കണ്ടോ? അതല്ല, ഒരു ചോദ്യം ചോദിക്കാനാ. ഈ ചോദ്യം ചോദിക്കുന്നവരെ സൂക്ഷിച്ചോണം. ചോദ്യചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കൊളുത്തും അടിയിലൊരു കുത്തും. അവൻ ഒന്നി കൊളുത്തും അല്ലെ കുത്തും. എന്നാൽ ചോദ്യവും കൊണ്ട് വരുന്നവന്റെ ആ കൊളുത്ത് നിവർക്കാമെങ്കിൽ അത് എക്സ്ക്ലമേഷൻ മാർക്കായി മാറും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ ചെറുപ്പക്കാരൻ മാന്യമായ രീതിയിൽ എന്നോട് ചോദിച്ചു, സാറ് പ്രസംഗിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. ആ സ്റ്റേജിൽ കിടന്ന സാറ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കുറെ ഭാഷ പറഞ്ഞായിരുന്നു. ഇവിടെയും കുറെ തുള്ളിയും ചാടിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇത് ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചിലർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇപ്പൊ ഇത് പറയുന്നത്. അമേൻ. കുറെ ഭാഷ സ്റ്റേജിൽ കിടന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതെന്തുവാ? ഞാൻ പറഞ്ഞ അന്യഭാഷ. ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷ എന്ന് പറഞ്ഞത്. അല്ലെ ഞാൻ സ്വന്തം ഭാഷ എന്ന് പറഞ്ഞല്ലോ, മാതൃഭാഷ എന്ന് പറഞ്ഞല്ലോ. പിന്നെ സാറേ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ചോദിച്ചു, ബൈബിളിൽ 3 ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, അങ്ങനെ ഒരു ഭാഷയുണ്ട്. പിന്നെ ബെൽഷസ്സർ മഹാരാജാവിന്റെ ഭിത്തിമേൽ എന്റെ സ്വർഗ രാജാവ് തന്റെ വിരൽ കൊണ്ടെഴുതി, മേനെ മേനെ തെക്കേൽ ഊഫർസീൻ. ആ രാജ്യത്തെ ഒരു ബുദ്ധിമാനും അത് വ്യാഖ്യാനിച്ചില്ല. ദൈവത്തിന്റെ ഭാഷ. അപ്പോൾ ദൂതന്മാരുടെ ഭാഷ, ദൈവത്തിന്റെ ഭാഷ. പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരും ജനങ്ങളും ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയ ഭാഷ 18 രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഞെട്ടിപ്പോയി. ഇവർ ഗലീലക്കാരല്ലോ, നമ്മുടെ ഭാഷകളിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെ? ആമേൻ, ഹല്ലേലൂയ. ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ 3 ഉണ്ട്, ഇതിലേതാ നിങ്ങൾക്കറിയണ്ടേ ചോദിച്ചു. അവര് പറഞ്ഞു, മേനെ മേനെ വേണ്ട, ദൂതന്മാരുടെ ഭാഷയും വേണ്ട. ആ പെന്തക്കോസ്ത് നാളിലെ, അത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഭാഷയാ. അതെങ്ങനാ പറയാ? സാറേ, ഈ നമ്മൾ കേരളീയരാണല്ലോ, അവരെന്നോട് പറയാ നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ. ഞാൻ പറഞ്ഞു അതെ. ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ മലയാളം അല്ലാത്തതെല്ലാം അന്യഭാഷയല്ലേ? 100%. നിങ്ങൾ 1-ാം ക്ലാസ് ജയിച്ചു. ഇനി 2-ലോട്ട് കയറിയാൽ മതി. ഹല്ലേലൂയ. മലയാളം അല്ലാത്തതെല്ലാം അന്യഭാഷയാ. അപ്പോഴവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തായിരുന്നോ? കൺവെൻഷനും പങ്കെടുത്തു. എവിടെ നിന്ന് പങ്കെടുത്തു? ഞങ്ങൾ ആ റബ്ബർ തോട്ടത്തിലുണ്ടായിരുന്നു. മതി, റബ്ബർ തോട്ടത്തിൽ നിന്നാണേലും പങ്കെടുത്തല്ലോ, അത് മതി. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, അവിടെ ഹിന്ദി പറഞ്ഞു, ചിലര് തമിഴ് പറഞ്ഞു, ചിലര് അറബി പറഞ്ഞു, ചിലര് ചൈനീസ് പറഞ്ഞു. അവര് പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പറഞ്ഞാലോ? പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാം? ഞങ്ങൾക്ക് തമിഴൊക്കെ അറിയാം, പക്ഷെ ഹിന്ദി അറിയാം. ഇദ്ദേഹം 15 കൊല്ലം സൗദി അറേബ്യയിലായിരുന്നു, പുള്ളിക്ക് അറബി അറിയാം. ഞാൻ പറഞ്ഞ അന്യഭാഷയല്ല, നിങ്ങൾക്ക് അറബി അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2-3 വാക്കുകൾ പറയാം, അതിന്റെ അർത്ഥം പുള്ളി പറയണം. എന്താ? അൽ തൗറാത്തിൽ, അൽ ഇഞ്ചിൽ, അൽ സബൂർ, ലദാഫി, ജിബില, വി കുല്ലു മദാഫി, കുല്ലും ഫി ഷുഖിൽ ഖന്ദ ലംസഫി ബറഫി കലാസ അൽഹംദുലില്ലാഹി റബ്ബിൽ അലമീൻ അർറഹ്മാൻ അർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൗമയൊന്നും അല്ല കേട്ടോ, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ബാങ്ക് വിളിച്ചെന്നൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ.
പിന്നെ ആ 15 കൊല്ലം സൗദിയിലുണ്ടായിരുന്ന ആ പുള്ളി എന്നോട് പറഞ്ഞു, അത്രയും കട്ടുകൂടി അറബിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അസലാമു അലൈക്കും വാ അലൈക്കും മുസലാം എന്നെ കല്ലമ്മ അറഫ് കല്ലി വല്ലി കുല്ലു തമാം. എന്റെ ചേട്ടാ, ഈ അന്യഭാഷ പറയുന്നൊരു രാവിലെ മുതൽ കുല്ലു തമാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ആർക്കാ തമിഴ് അറിയാന്ന് പറഞ്ഞേ? ഈ ചേട്ടൻ അറിയാം തമിഴ്. ஜாதி விரண்டொழிக்க வேரில்லை சாற்றுங்கால் நீதி வலுவாய் நேதினியில் நெறிமுறையில் இட்டார் பெரியார் இடாதார் இடிகுலத்தோர் பட்டாங்கில் உள்ளபடி வரியார் கொன்றி வருவது ஈகை மற்றெல்லாம் குறியதற்கு நீரை துடைத்து கற்க கசரதே கற்றதே கற்றபின் நிற்க அதற்கு தக. അവർ ചോദിച്ചു, പാസ്റ്റർ ഇത് തമിഴാണോ? അത് ശരി. ഇതാണ് വള്ളുവർ പറഞ്ഞ, തിരുവള്ളുവർ പറഞ്ഞ തമിഴും ഇളങ്കോവടികൾ പറഞ്ഞ ചിലപ്പതികാരം എന്ന തമിഴും. ഞങ്ങൾക്ക് അങ്ങനത്തെ തമിഴ് അറിയത്തില്ല. പിന്നെ എങ്ങനത്തെ അറിയാം? വാറിയങ്കള, പോറിയങ്കള, ഉക്കാറിയങ്കള, സാപ്പിടുറീങ്കള, എല്ലാത്തിന്റെ അവസാനം ഇംഗ്ള 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 എന്ന് പറഞ്ഞു. അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആൾ ആരാധിക്കുമ്പം വറിങ്കള പൊറിങ്കള വറിങ്കള അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിനക്ക് അറിയാമെന്ന തമിഴിൽ പറയണം അന്യഭാഷ. ഞാൻ ചോദിച്ചു, ഹിന്ദി ആർക്കറിയാം? ഞാൻ പറഞ്ഞു, ഹിന്ദി ഈ പുള്ളിക്കറിയാം. ഞാൻ ഒരു ഹിന്ദി പറയാം. क्योंकि परमेश्वर ने संसार से ऐसा प्रेम रखा कि अपना एक लवत पुत्र दे दिया, जो कोई विश्वास करे नष्ट न हो परंतु शाश्वत जीवन पाया. അതെന്തോ ഹിന്ദിയാ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അമേ യൂന ത്രൺക സോല എന്ന് പറഞ്ഞാൽ യോഗന 3:16 ഉള്ളു, പേടിക്കണ്ട. അവനൊരു ചുക്കും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ഇത് ആരൊക്കെ ഹിന്ദി അറിയാമെന്ന് പറഞ്ഞേ? അത് ഈ ചേട്ടനാ. എന്തോ ഹിന്ദി അറിയാം? ക്യാ ഹേ കോൻ ഹേ, കിധർ ജാത്താ ഹേ, സോത്താ ഹേ, പീത്താ ഹേ, കാത്താ ഹേ, ഫിർ സോത്താ ഹേ. അപ്പോഴവരെന്നോട് പറഞ്ഞു, പക്ഷെ എന്നാ ഞങ്ങൾ പൊക്കോട്ടെ, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്റെ 3 ബസ് പോയി. അവിടെ നിൽക്കാൻ പറഞ്ഞു. നീ ഇത് പഠിച്ചു പോയാ മതി. എന്റെ ബസ്സും കളഞ്ഞു പോകാനോ? നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മലയാളം അറിയാവോ? അവര് പറഞ്ഞു, ശവത്തെ കുത്തരുത്, കുത്തും. ഉടനെ പറഞ്ഞു, മാതൃഭാഷ അല്ലേ? മാതൃഭാഷ അറിയാമോ ചോദിച്ചു. മലയാളം അറിയാം. പറയട്ടെ, ഒരർത്ഥം പറയാവോ? നക്ഷത്ര നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷ്യങ്ങളും തൽക്ഷണം അത്ര കണ്ടാൽ. ഇവിടെ പറഞ്ഞു, പക്ഷേ ഇച്ഛ ഇല്ലാതെ പറ. മാതൃഭാഷയ്ക്കകത്ത് 2 ഇച്ഛ കയറിയാൽ അർത്ഥം അറിയാത്തവൻ നീ എന്തിനാ ഈ അന്യഭാഷയുടെ പുറകിനെ നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? സ്വന്തം മാതൃഭാഷയ്ക്കകത്ത് 2 ഇച്ഛ കയറിയാൽ ഇവൻ മൂക്കുകൊണ്ട് ഇച്ഛ വരയ്ക്കും. അന്യഭാഷ ഏതാന്ന് പറഞ്ഞ അതിന്റെ പുറകെ നടക്കുക. ഡാൻസ് ആടി അന്യഭാഷ പറഞ്ഞു. എന്നോട് പറഞ്ഞു, പക്ഷേ കൂട്ടക്ഷരമില്ലാത്ത ഏതെങ്കിലും ഒന്ന് പറ, സന്തോഷമായിട്ട് പിരിയാനാ. എനിക്ക് കൂട്ടക്ഷരമില്ലാതെ പറയാം. സകല ശുക കുല വിമല തിലകിത കളയവരെ, ഒറ്റ കൂട്ടക്ഷരമില്ല. ഉടനെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി, അത് സംസ്കൃതമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, പിന്നെ സംസ്കൃതവും മലയാളവും തിരിച്ചറിയത്തില്ലെന്ന്. ഞാൻ സംസ്കൃതം വേറെ ഉണ്ട്. പൊട്ടാക്കി ബാല വട്ട തിരുപിടിച്ചടയ കാറുളി ചാറു കൂന്തൽ കെട്ടാക്കി കേതകി പോതിനോട് വടിവാക്കി പരം ചന്ദ്രകണ്ഠം. ബസ് വേണ്ട, ഞങ്ങൾ ടാക്സി പിടിച്ചു കൊണ്ടുവിടാം. എനിക്കും തോന്നി, അങ്ങ് പാവം തോന്നി. ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിങ്ങൾ പഠിച്ചവരല്ലേ 10ാം ക്ലാസ് വരെ? സ്കൂളിലെ ഒരു പദ്യം ഞാൻ പറയാം. ലോകൈക ശില്പി രജനീ വനിതയ്ക്കു ചാർത്താൻ
നക്ഷത്രമാല പണി ചെയ്വതിനു വേണ്ടി സവർണ പിണ്ടമതുരുക്കിയെടുത്തു മുക്കുന്നിതാ തപന മണ്ഡപ കൈതവത്താൽ. അപ്പൊ അവര് പറഞ്ഞു, അത് അന്ന് പഠിച്ച പരീക്ഷ എഴുതിയതല്ലാതെ പിന്നൊന്നും ഓർക്കുന്നില്ല മാസ്റ്ററെ. സന്തോഷം. അപ്പൊ അറിവുമില്ല, ഓർമ്മയുമില്ലെന്ന് മനസ്സിലായി. ഞാനങ്ങനെ പിരിച്ചുവിട്ടേക്കാതെ വേറെ ചോദിച്ചു, നിങ്ങൾ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു? ആ, ജീവിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നെന്ന് എങ്ങനെ അറിയാം? അതിന് ചരിത്രമുണ്ട്. അതാ ചരിത്രം, അതാ ബൈബിൾ. നീ കണ്ടിട്ടില്ലാത്തത്, നീ അനുഭവിച്ചിട്ടില്ലാത്തത് നീ ഇല്ലെന്ന് പറയരുത്. അതുണ്ടെന്നുള്ളതിനൊരു ചരിത്രമുണ്ട്. ഈ ലോകത്തോട് മുഴുവൻ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചോണ്ട് ഞാൻ പറയും, അഭിഷേകമില്ലെന്ന് നീ പറയരുത്. അഭിഷേകത്തിൽ നിറഞ്ഞ, ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തില്ലെന്ന് പറയരുത്. മ്യൂസിക് വായിച്ചില്ലെന്ന് പറയരുത്. ദാവീദ് നൃത്തം ചെയ്തെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ, ആത്മാവിൽ നൃത്തം ചെയ്തെന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് കുഴലൂത്തുകാരും നൃത്തക്കാരും വാദ്യക്കാരും പാട്ടുകാരും ഉണ്ടെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ അതില്ലെന്ന് നീ പറയരുത്. ചരിത്രമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇത് ചരിത്രമാണ്, ഇത് ചരിത്രമാ. ലോകം മുഴുവൻ വായിക്കാൻ ദൈവം വച്ചിരിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ. ആമേൻ. ഹല്ലേലൂയ.